നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അവക്കാ നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ എത്ര വിട്ടിയ. ഞാൻ ഇക്കാര്യം പറയുമ്പോ നീ പൊട്ടിത്തെറിക്കുമെന്നും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുന്നൊക്കെയാ ഞാൻ കരുതിയത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ എന്തിനാ യുദ്ധം? എന്റെ മീനാക്ഷിയുടെ നല്ല മനസ്സ് എനിക്കറിയാം. പലപ്പോഴും അത് മനസ്സിലാക്കാതെ പോകുന്ന എന്നെ നല്ല ചൂരൽ വടിക്കടിക്കണം. പ്രതികളെ നിങ്ങൾ എല്ലാരും കൂടി താങ്ങുന്നുണ്ടല്ലോ, നല്ല ചൂരൽ വടിക്ക്. എന്റെ കുട്ടിമാളു ഒരു വലിയ സംഭവമാണ് കേട്ടോ. വേണ്ട മീനാക്ഷി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ശിക്ഷാർഹമാ. ഞാനേ DGPക്ക് പരാതി കൊടുക്കൂട്ടോ. ഓ പിന്നെ നിന്റെ ഒരു പരാതി. ആ കൈമളേട്ടാ, നന്ദിനി അമ്പലത്തിൽ പോയി ചോറൂണിനുള്ള രസീതൊക്കെ കുറിപ്പിച്ചു കഴിഞ്ഞു. ചോറൂണിന് അമ്പലത്തിൽ വലിയ ചടങ്ങുകളൊന്നുമില്ലല്ലോ. ആ ഇല്ല, കുഞ്ഞിനെ ഉടുപ്പിക്കാനുള്ള ചെറിയ കസവുമുണ്ട് വേണം. ബാക്കിയൊക്കെ തിരുമേനി പറഞ്ഞു തരും. കൊച്ചു തൂശനയിൽ ചോറ്, പായസം, പിന്നെ എരിവ്, പുളി, ഉപ്പ്, ഇതൊക്കെ ചെറുതായുള്ള കറികൾ. മോളെ, വൈകമോൾക്ക് ചോറ് കൊടുക്കേണ്ടത് എന്റെ അച്ഛനായിരിക്കണ്ടേ? നിനക്ക് നിന്റെ അച്ഛനായി എന്നോട് സെന്റിമെന്റ്സ് അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ വൈകമോൾക്ക് അവളുടെ അച്ഛനോടും ഉണ്ടാവും. അത് വളർന്നു വരുമ്പോഴേ അറിയൂ. ഓ, അതുകൊണ്ട് ചോറ് കൊടുക്കേണ്ടത് കാർത്തികൻ തന്നെ ആയിരിക്കണം. കാർത്തിയ വൈകമോട് അച്ഛൻ. ഓ ശരി. അതെ, മക്കൾക്ക് ചോറ് കൊടുക്കേണ്ടത് അച്ഛൻ തന്നെയാ. അല്ലമ്മേ, എനിക്ക് ചോറ് തന്നെ എവിടെ വെച്ചാ? ചോറ്റാനിക്കര വെച്ച്. സാധാരണ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോ കരഞ്ഞു കൂവി അലമ്പാക്കുമായിരുന്നു. പക്ഷെ ഞാൻ എന്നും ഓർക്കുന്നു, നീ ആ ചോറ് മുഴുവൻ കഴിച്ചു. അന്നേ സാവിത്രിച്ചയ്ക്ക് വിശപ്പല്പം കൂടുതലായിരുന്നല്ലേ? ആ, എനിക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആവശ്യത്തിനുള്ള വിശപ്പുണ്ട്. എനിക്കെല്ലാം കഴിക്കുകയും ചെയ്യാം. ഏത് ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അത് കറക്റ്റ്. എന്താ സാവിത്രി ചേച്ചി തകർക്കുന്നത്? നല്ല വല്ല തമാശയാണെങ്കിൽ ഞാനോട് കേക്കട്ടെ. എടാ, മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് നിന്റെ ഭാര്യയുടെ ഒരു ശീലമാണോ അതോ സ്വഭാവമാണോ? എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. കേട്ടിട്ടില്ലേ? മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ബസ്. പക്ഷെ എന്റെ ഭാര്യയുടെ മനസ്സിൽ കൂടെ നീന്തുന്നത് അതൊന്നുമല്ല, നല്ല കാളകൂട വിഷവ. ജഗദീഷേട്ടാ, എല്ലാവരും കൂടി നിൽക്കുമ്പോ എന്നെ കളിയാക്കുന്നതേ ജഗദീഷേട്ടൻ ഒരു സ്വഭാവമായി മാറിയിരിക്കാം. എടീ, നിന്നെ നന്നാക്കിയെടുക്കാനുള്ള എന്റെ ശ്രമങ്ങളുടെ ചില ഭാഗമാണ് ഈ കളിയാക്കൽ. എപ്പോഴും ഞാനിത് കേട്ടെന്ന് വരില്ല കേട്ടോ. ആഹാ, പിന്നെ നീ എന്താ എന്താടാ മോനെ ഇത്? ഇവിടെ നല്ല ചടങ്ങ് നടക്കാൻ പോവാ. കുഞ്ഞിന്റെ ചോറൂണിന് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. വെറുതെ ഒരു വഴക്കുണ്ടാക്കല്ലേ. ഇവള് ചോദിക്കുന്ന ന്യായമല്ലേ? ഇവളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാ? എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങൾക്കൊരു ബെഡ്റൂം ഇല്ലേ? അവിടെ വെച്ച് പറഞ്ഞു തീർത്തൂടെ? അത് ന്യായം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.